നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗങ്ങളിലൊന്ന് നാം നല്ലവരായി തീരലാണ്. സൂറത്തുൽ കഹ്ഫിലെ 82-ാമത്തെ ആയത്തിൽ കാണാം, അമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൻ ലഹുമാ വകാന അബൂഹുമാ സാലിഹ. അല്ലാഹു സുബ്ഹാനഹു വതആല 2 യതീം കുട്ടികൾക്ക് വേണ്ടി അവരുടെ ആ നിധിയെ ഒരു മതിലിനുള്ളിൽ വർഷങ്ങളോളം സംരക്ഷിച്ചു. എന്താ കാരണം? വകാന അബൂഹുമാ സാലിഹ. ആ കുട്ടികളുടെ വാപ്പ ഒരു നല്ല വാപ്പയായിരുന്നു. ഒരു നല്ല പിതാവിൻ്റെ മക്കളെ, കുടുംബത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കുന്നതാണ്. മഹാനായ താബിഈ സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി ലഉസല്ലി, ഞാൻ നമസ്കരിക്കും, ഫഅദ്കുറു വലദി, അപ്പോൾ എനിക്ക് എൻ്റെ മകനെ ഓർമ്മയാകും, ഫഅസീദു ഫി സ്വലാത്തി, ഞാൻ എൻ്റെ നമസ്കാരത്തിന് ദൈർഘ്യം കൂട്ടും, എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ. തശഹുദിൽ, സുജൂദിൽ എനിക്ക് എൻ്റെ മക്കളെ ഓർമ്മയാകുമ്പോൾ ഞാൻ ദുആ വർദ്ധിപ്പിക്കും, നമസ്കാരത്തിന് ദൈർഘ്യം കൂട്ടുന്നു. മാതാപിതാക്കളുടെ പ്രാർത്ഥന, അവരുടെ സലാഹിയത്ത്, അവരുടെ ആത്മാർത്ഥത മക്കൾക്ക് ഫലം ചെയ്യും. അതിലൂടെ അള്ളാഹുവിൻ്റെ സംരക്ഷണമുണ്ടാകും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ കഹ്ഫിലെ 82-ാമത്തെ ആയത്തിന് നൽകിയ വ്യാഖ്യാനത്തിൽ കാണാം, ഹുഫിളാ ബിസലാഹി അബവൈഹിമാ, ആ 2 മക്കളും അവരുടെ ഉപ്പാന്റെ നന്മ കാരണം സംരക്ഷിക്കപ്പെട്ടു.